ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC റാങ്ക് ഹണ്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LGS എക്സാമിന്റെ മാത്സ് PYQ ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. x/y is equal to 2/3 എന്നാൽ 5x plus 2y divided by 5x minus 2y എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ തന്നത് എന്താ? x/y is equal to 2/3 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, x into 3 ആണ് 3x. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 3x is equal to 2 into y 2y എന്ന് നമുക്ക് കിട്ടും. ക്വസ്റ്റ്യനില് എക്സിനെയും വൈനെയും ഒരൊറ്റ വേരിയബിളിലേക്കാക്കി മാറ്റുക. അതായത് 5x അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് 2yക്ക് പകരം 2y is equal to 3x ആണെന്ന് അറിയാം. അപ്പൊ 2yക്ക് പകരം എന്ത് എഴുതുക? 3x എന്ന് എഴുതുക. അപ്പൊ 5x plus 3x divided by 5x minus 3x. 2yക്ക് പകരം 3x എഴുതുക. 3x that's equal to എന്താ വരിക? 5x plus 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 8x ആണ്. that's divided by 5x minus 3x എന്ന് പറഞ്ഞാല് 2x. എക്സും എക്സും ക്യാൻസൽ ആയി പോകും. 8/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4. ആൻസർ 4 ആണ്. 5x plus 2y by 5x minus 2y എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻസർ വരും. അടുത്ത ചോദ്യം. ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് 60% വില കൂട്ടിയ ശേഷം 30% ഡിസ്കൗണ്ട് നൽകുന്നു. അപ്പോൾ ആ കച്ചവടത്തില് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക? അത് എത്ര ശതമാനം ആണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് 60% വില കൂട്ടി എന്ന് പറയുമ്പോൾ സാധനങ്ങളുടെ ആദ്യത്തെ വില ആയിട്ട് 100% എടുക്കുക. 100 എന്നെടുക്കുക ആദ്യത്തെ വില. അതിന് 60% വില കൂട്ടി. അപ്പൊ 100നോട് എന്ത് കൂട്ടി? 60% കൂട്ടിയാൽ 160. 160/100 ആണത് 60% എന്ന് പറയുന്നത്. കൂട്ടിയ ശേഷം 30% ഡിസ്കൗണ്ട് നൽകി. 100ൽ നിന്നും 30% ഡിസ്കൗണ്ട് നൽകുമ്പോൾ എത്ര ഉണ്ടാവുക? 70 അല്ല ഉണ്ടാവുക? 70/100. അപ്പോ ഈ 100ഉം ക്യാൻസൽ ആയി പോവും. 0യും ക്യാൻസൽ ആവും. ഈ 0യും 16 into 7 ഗുണിച്ചാൽ എന്താ വരാം? 6 7 42ന് 2 4 ശിഷ്ടം 1 7 7 7 11 112% വരിക. അപ്പൊ 100% സാധനത്തിന്റെ വിലയാണെങ്കിൽ 112ൽ നിന്നും 100 കുറച്ചാൽ 100% സാധനത്തിന്റെ വിലയാണ്. അപ്പൊ 112ന്നും 100 കുറച്ചാൽ 12% ലഭിക്കുക. 12% ലാഭമാണ് ഉണ്ടാവുക. 100 എന്ന വില 112 ആവുകയാണ് ചെയ്തത്. അപ്പൊ 12% ലാഭമാണ് കച്ചവടത്തിൽ ഉണ്ടാവുക. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 3600 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ അതിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിച്ചത്. സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമചതുരത്തിന്റെ വിസ്തീർണം ആണ്. വിസ്തീർണം ആണെന്ത്? പരപ്പളവ്. വിസ്തീർണം ഓർ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് a² എന്ന് പറയുന്നത്. ഒരു സമചതുരമാണെങ്കിൽ അതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? a². അപ്പോൾ ഇവിടെ പരപ്പളവ് എത്രയാണ്? 3600 ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്നാണ് തന്നത്. അതായത് a² is equal to 3600 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അപ്പം a എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 3600. 3600ന്റെ റൂട്ട് എടുക്കുക എങ്ങനെയാണ്? ഈ റൂട്ടിനുള്ളിൽ 2 0 വരുന്നുണ്ട്. അപ്പൊ റൂട്ട് പോകുന്നേരം ഒരു 0 വരും. റൂട്ടിനുള്ളിലെ 36 എന്ന സംഖ്യയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അപ്പൊ 60 a is equal to 60 സെന്റിമീറ്റർ ആണ്. 60 സെന്റിമീറ്റർ ആണ് a എന്ന് പറയുന്നത്. ഈ a എന്ന് പറഞ്ഞാൽ എന്താണ്? സമചതുരത്തിന്റെ, ഈ സമചതുരം ഇതൊരു സമചതുരമാണെങ്കിൽ ആണെന്ന് കരുതുക.
അപ്പോൾ ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് എ എന്ന് പറയുന്നത്. അപ്പൊ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 60 സെന്റിമീറ്റർ ആയാൽ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സമചതുരത്തിന് 4 വശങ്ങളാണ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4a ആയിരിക്കും. ചുറ്റളവ് ഈസ് ഈക്വൽ ടു എന്തായാലും 4a. ചുറ്റളവ് ഈസ് ഈക്വൽ ടു 4a ആണ് ചുറ്റളവ്. അപ്പൊ 4a എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 60. 4 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. 0 അല്ലേ? 0 ഇടുക. അപ്പം 240 സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ ചുറ്റളവ്. അടുത്ത ചോദ്യം, ഇവിടെ 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവയിൽ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് 2 ഭിന്നസംഖ്യകൾ എടുക്കുക. ആദ്യം 5/7 4/5 എടുത്ത് എന്നിട്ട് ഇവയുടെ ആദ്യത്തേതിന്റെ അംശവും രണ്ടാമത്തേതിന്റെ ഛേദവും തമ്മിൽ ഗുണിക്കുക. 5 ഇൻറ്റു 5 25. അത് ഇവിടെ ഒന്നാമത്തേതിന്റെ അംശത്തിന്റെ മുകളിൽ എഴുതുക. രണ്ടാമത്തെ സംഖ്യയുടെ അംശവും ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 4 ഇൻറ്റു 7 28. അപ്പം ഏത് സംഖ്യയാണോ, ഏത് അംശത്തിന് മുകളിലുള്ള സംഖ്യയാണോ വലുത് വരുന്നത് ആ ഭിന്നസംഖ്യ ആയിരിക്കും വലിയ സംഖ്യ. അതായത് ഇവിടെ 4/5 ആണ് വലിയ സംഖ്യ. അതായത് 5/7 4/5 തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4/5 ആണ് വലിയ സംഖ്യ. ഇനി ഈ വലിയ സംഖ്യയെ അടുത്ത ഭിന്നസംഖ്യയായിട്ട് ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 4/5 നേരെ 4/5 എഴുതുക. 2/3 എന്നിട്ട് 4 ഇൻറ്റു 3 12. 2 ഇൻറ്റു 5 10. വലിയ സംഖ്യ ഏതാണ്? 4/5 തന്നെയാണ് വീണ്ടും വലിയ സംഖ്യയായിട്ട് വരുന്നത്. 12 അല്ലേ വലുത് 10നേക്കാളും? അപ്പൊ 4/5 വലുത്. ഇനി അടുത്തത് ഇതേ 4/5നെ അടുത്ത ഭിന്നസംഖ്യയായിട്ട് വരുന്നത് 1/2 അല്ലേ? ഈ 1/2 ആയിട്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പൊ 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 ആണ്. 1 ഇൻറ്റു 5 5 ആണ്. വീണ്ടും വലിയ സംഖ്യ ഇത് 8 ആണ്. അത് 4/5 മുകളിലാണ് വരുന്നത്. അപ്പം തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 4/5 ആണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. റൂട്ട് ഓഫ് 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോ റൂട്ടിനുള്ളിലാണ് എന്ത് കാണാൻ പറഞ്ഞത്? 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225. എത്രയാണ്? 225. നമ്മൾ നിർബന്ധമായിട്ടും 30 വരെയുള്ള സ്ക്വയർ, ഒരു 20 വരെയുള്ള ക്യൂബും എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. കുറയ്ക്കണം. 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ് 12ന്റെ സ്ക്വയർ. അപ്പം ഇത് കുറച്ചാൽ എന്താ കിട്ടുക? റൂട്ടിനുള്ളിൽ തന്നെയാണ് നമ്പർ വരിക. 5ൽ നിന്ന് 4 കുറച്ചാൽ 1, 2 നിന്നും 4 കുറയ്ക്കാനില്ല, 1 കളയെടുക്കുക. 12 നിന്നും 4 കുറച്ചാൽ 8. റൂട്ട് 81 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ് ആൻസർ വരിക. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എന്ത്? എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? n+1/2. n+1/2 ആണ് എന്ത്? ആദ്യ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1/2. അപ്പോൾ ആദ്യ 100 വരെയുള്ള എന്ന് പറയുമ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ 100 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 100 + 1/2. 101/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 50.5 ആണ്. അപ്പൊ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി 50.5 ആണ്. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ക്ലോക്ക് 10 മണിയടിക്കാൻ 18 സെക്കൻഡ് സമയമെടുക്കും എങ്കിൽ ഇത് 5 മണിയടിക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചത്.
10 മണി അടിക്കുക എന്ന് പറഞ്ഞാല് അത് നമുക്ക് നോക്കാം. ഒരു മണി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ്, ഇതിന്റെ ഇടയിലുള്ള 10 മണി എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കാണ് വേണ്ടത്. 10 മണി അടിക്കേണ്ടത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഈ 10 മണി അടിക്കുമ്പോ അതിന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക. ഒരു ഗ്യാപ്പ്, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ 10 മണി അടിക്കാന് 9 ഗ്യാപ്പ് ഉണ്ടാകും. അപ്പൊ ഈ 9 ഗ്യാപ്പിനെടുത്ത സമയമാണ് എത്ര? 18 സെക്കൻഡ് എന്ന് പറയുന്നത്. 9 ഗ്യാപ്പിനാണ് എത്ര ടൈം എടുത്തത്? 18 സെക്കൻഡ് എടുത്തത്. അപ്പൊ ഒരു ഗ്യാപ്പിന് എത്ര ടൈം ആക്കി എടുത്തത്? 18/9 ചെയ്താൽ എത്ര കിട്ടുക? 2 സെക്കൻഡ് ആണ്. ഈ ഒരു ഗ്യാപ്പിൽ വരുന്നത് 2 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ചോദിച്ച ചോദ്യം 5 മണി അടിക്കാൻ എത്ര സമയം എടുക്കും? 5 മണി അടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗ്യാപ്പ് വരും എന്ന് നോക്കട്ടെ. 1, 2, 3, 4, 5. 5 മണി അടിക്കണമെങ്കിൽ ഇതിനിടയിലുള്ള ഗ്യാപ്പുകളുടെ എണ്ണം എത്രയാണ്? 4 ഗ്യാപ്പുകളാണ്. 1, 2, 3, 4. 4 ഗ്യാപ്പുകളാണ്. ഒരു ഗ്യാപ്പിന് 2 സെക്കൻഡ് ആണെങ്കിൽ 4 ഗ്യാപ്പിന് എത്ര സെക്കൻഡ് ആയിരിക്കും? 2 സെക്കൻഡ് ഇൻറ്റു 4 എത്രയാണ് വരിക? 8 സെക്കൻഡ് ആണ്. 5 മണി അടിക്കാൻ 8 സെക്കൻഡ് സമയമാണ് എടുക്കുക. നമ്മളെ ആൻസർ 8 സെക്കൻഡ് എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മുൻവർഷങ്ങളിൽ LGS എക്സാമിന് ചോദിച്ച PYQ ആണ് ചെയ്തത്. അപ്പൊ ഇനിയും ഇതുപോലുള്ള മുൻവർഷ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.